ഗുഡ് ഈവനിങ് എവ്രിവൺ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാക്ബത്തുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മാക്ബത്ത് എഴുതിയിട്ടുള്ളത് വില്യം ഷേക്സ്പിയർ ആണ്. വില്യം ഷേക്സ്പിയറുടെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് മാക്ബത്ത് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ബിഫോർ വി മൂവ് ഇൻ ടു ദ സ്റ്റോറി ഓർ മൂവ് ഇൻ ടു ദ ഡ്രാമ, ഐ ജസ്റ്റ് വോണ്ട് ടു നോ, അതായത് ഹൂ ഇസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. നമ്മൾ ഈ നമ്മൾ ഡിഗ്രിക്കായാലും പി ജിക്കായാലും അതിന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്കറിയാം ഇംഗ്ലീഷ് എടുത്താൽ തന്നെ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എടുത്താൽ തന്നെ അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഫേമസ് ആയിട്ട് കേട്ട് വരുന്ന ഒരു പേരാണ് വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറെ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് വിശേഷിപ്പിക്കുക എന്നാണ് എൻ്റെ ചോദ്യം. അതായത് അദ്ദേഹത്തെ നമ്മളിൽ പലരും ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആയിട്ട് കണക്കാക്കി വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓക്കെ, ഉറപ്പായിട്ടും അദ്ദേഹമാണോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്റെ ഫാദർ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല അല്ലേ? ഹൂ ഇസ് ദെൻ ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ? യാ, ഇറ്റ് ഇസ് നൺ അതർ ദാൻ ജെഫ്രി ചോസർ. യെസ്, ഓക്കെ, ജെഫ്രി ചോസർ ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അപ്പൊ വില്യം ഷേക്സ്പിയറെ നമ്മൾ എന്താ വിളിക്കാം? യാ, വില്യം ഷേക്സ്പിയറെ വിളിക്കുന്ന പേരാണ് ബാർഡ് ഓഫ് ഏവൻ. ഹി ഈസ് നോൺ ആസ് ബാർഡ് ഓഫ് ഏവൻ. ഓക്കെ, ബാർഡ് ഓഫ് ഏവൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഏവൻ എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയർ ജനിച്ച സ്ഥലമാണ് ഏവൻ. ബാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പോയറ്റ്, BARD, ബാർഡ്, ബാർഡ് ഓഫ് ഏവൻ, അതായത് പോയറ്റ് ഓഫ് ഏവൻ. അങ്ങനെയാണ് വില്യം ഷേക്സ്പിയറെ നമ്മൾ വിളിക്കാറ്. അല്ലാതെ ഹി ഈസ് നോട്ട് ഫാദർ ഓർ ഫോർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓർ ഇംഗ്ലീഷ് ഡ്രാമ, അങ്ങനെയൊന്നും ഒരിക്കലും വില്യം ഷേക്സ്പിയറെ നമ്മൾ എവിടെയും റെഫർ ചെയ്ത് കണ്ടിട്ടില്ല. ഹി ഈസ് നോൺ ആസ് ബാർഡ് ഓഫ് ഏവൻ. ഓക്കെ, സോ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാക്ബത്ത് ആണ്. മാക്ബത്തിന്റെ ഒരു അനാലിസിസ് വീഡിയോ ആണിത്. മാക്ബത്തിന്റെ ഒരു സമ്മറി, മാക്ബത്ത് എന്ന ആ സ്റ്റോറി നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ക്യാരക്ടേഴ്സ്, അതിലെ മെയിൻ സീൻസ്, അതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ആദ്യം നമുക്കറിയാം, നമ്മൾ ഏത് സ്റ്റോറി ആയാലും ഏത് ഡ്രാമ ആയാലും ഏത് പോയ ആയാലും നമ്മൾ ആദ്യം എടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആ റൈറ്ററിനെ കുറിച്ച് നമുക്കൊരു ഡീപ്പ് ആയിട്ടുള്ള ഒരു നോളേജ് എന്തായാലും വേണം. അപ്പൊ നമുക്ക് ആദ്യം നമ്മളെ റൈറ്റർ ഇതിനെ കുറിച്ച് നോക്കാം. അതിന്റെ ഒരു ഷോർട്ട് ഇൻട്രോ ആയിരുന്നു തന്നത്. ഹി ഈസ് നോൺ ആസ് വാട്ട്? യാ, ഹി ഈസ് നോൺ ആസ് ബാർഡ് ഓഫ് ഏവൻ. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. യാ, നമുക്ക് വില്യം ഷേക്സ്പിയറിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഈ ഒരു കൺസെപ്റ്റ് മാപ്പിലൂടെ ഗോ ത്രൂ ചെയ്ത് നോക്കാം. ഇത് കൂടാതെ വില്യം ഷേക്സ്പിയറിനെ കുറിച്ചുള്ള ഫർദർ റെഫറൻസ് അടുത്ത സ്ലൈഡിലുണ്ട് ഫോർ യുവർ ഫർദർ റെഫറൻസ്. ഓക്കെ, സോ ടു ബിഗിൻ വിത്ത്, ഇറ്റ് ഈസ് ഹിസ് ലൈഫ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. വില്യം ഷേക്സ്പിയറുടെ ലൈഫ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഹി വാസ് ബോൺ ഓൺ 1564. ഓക്കെ, 1564ലാണ് ജനിച്ചിരിക്കുന്നത്. എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? I will give you a clue. That is Bard of Avon. ഏവന്റെ പോയിന്റ് ആണ് ആര്? വില്യം ഷേക്സ്പിയർ. അപ്പോ വില്യം ഷേക്സ്പിയർ എവിടെയാ ജനിച്ചിരിക്കുന്നത്? യാ, ഇറ്റ് ഇസ് സ്ട്രാറ്റ്ഫോർഡ് അപ്പൺ ഏവൻ. സ്ട്രാറ്റ്ഫോർഡ് അപ്പൺ ഏവനിലാണ് വില്യം ഷേക്സ്പിയർ ജനിച്ചത്. ആൻഡ് ഹി വാസ് ബോൺ ഓൺ 1564 ആൻഡ് ഹി ഡൈഡ് ഓൺ 1616. 1616ലാണ് അദ്ദേഹം മരിച്ചത്. ആൻഡ് ഹിസ് വൈഫ് ഇസ് ആനി ഹത്താവേ. ആനി ഹത്താവേ ആയിരുന്നു അദ്ദേഹത്തിന്റെ വൈഫ്. ഓക്കെ, ദെൻ പിന്നെ ഇദ്ദേഹത്തിന്റെ ലൈഫ് ആൻഡ് ബാക്ക്ഗ്രൗണ്ടിന്റെ മെയിൻ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വാസ് എ ഫേമസ് എമിനന്റ് പേഴ്സണാലിറ്റി വിത്ത് റെസ്പെക്ട് ടു ഗ്ലോബ് തിയേറ്റർ. ഗ്ലോബ് തിയേറ്ററിന്റെ ഒരു എമർജൻസിന് വില്യം ഷേക്സ്പിയറിന്റെ റോള് ചെറുതായിരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ ഈ ആക്ടേഴ്സിനെയൊക്കെ പോലെ തന്നെയാണ്. ആക്ടേഴ്സിന്റെ എവല്യൂഷൻ എങ്ങനെയായിരിക്കും, ലൈക്ക് ചെറിയ ചെറിയ റോൾസിലൂടെ കടന്നുപോയി പിന്നെ ഒരു ഫേമസ് ലൈക്ക് ലീഡ് റോൾ ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ലീഡ് റോളിന്റെ എമർജൻസ്. അതുപോലെ തന്നെയാണ് വില്യം ഷേക്സ്പിയറും ആ ഗ്ലോബ് തിയേറ്ററിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന പല പല വർക്കുകളും ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു റൈറ്റർ ആയിട്ടും ഒരു ആക്ടർ ആയിട്ടും തിളങ്ങി നിന്നത്. ഓക്കെ, സോ അദ്ദേഹം ജനിച്ച വർഷം മരിച്ച വർഷം 1564, 1616. ആനി ഹത്താവേ, ഗ്ലോബ് തിയേറ്ററിലെ അദ്ദേഹത്തിന്റെ സിഗ്നിഫിക്കൻസ് ഇതൊന്നും മറക്കല്ലേ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്റ്റൈലാണ്. റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ സോളിലോക്കീസ്. ഫേമസ് ആയിട്ടുള്ള പല സോളിലോക്കീസ് ഉണ്ട്. മാക്ബത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സോളിലോക്കി ഉണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? യാ, ഇറ്റ് ഇസ് ലേഡി മാക്ബത്തിന്റെ സോളിലോക്കി ഉണ്ട്.
പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അയാംബിക് പെന്റാമീറ്റർ. അദ്ദേഹം എപ്പോഴും എഴുതി വരുന്ന ഒരു സ്ട്രാറ്റജിയാണ് അയാംബിക് പെന്റാമീറ്റർ. പിന്നെ അടുത്ത് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച്. ഹി ഓൾവേസ് യൂസസ് യൂണിവേഴ്സൽ തീം. അദ്ദേഹം എപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത് യൂണിവേഴ്സൽ തീംസിന് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ മെജോറിറ്റി ഓഫ് ദ വർക്ക്സ് ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഹാംലെറ്റ്, അല്ലെങ്കിൽ മാക്ബത്ത്, കിങ് ലെയർ, അങ്ങനെ ഏത് വർക്ക്സ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിലൊരു യൂണിവേഴ്സൽ തീം ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഓക്കെ, സോ യൂണിവേഴ്സൽ തീം. പിന്നെ പറഞ്ഞത് അയാംബിക് പെന്റാമീറ്റർ. പിന്നെ വരുന്നതാണ് എന്ത്, അദ്ദേഹത്തിന്റെ സോളിലോക്കീസ്. ഫേമസ് ആയിട്ടുള്ള പല സോളിലോക്കീസും നമ്മളുടെ വില്യം ഷേക്സ്പിയറിന്റെ വർക്ക്സിലൂടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത നോക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ തീംസ് ആണ്. തീംസ് പറയുന്ന സമയത്ത് ഇദ്ദേഹം ഫോളോ ചെയ്ത് വരുന്ന പല എന്താ തീംസ് ഉണ്ട്. ഫസ്റ്റ് വന്ന ആംബിഷൻ, പവർ. അതെന്തിലാണ്? നമ്മൾ ഈ മാക്ബത്തിൽ തന്നെ കാണാം. മാക്ബത്ത് എന്തിനായിരുന്നു ഇങ്ങനെ ഗോ ത്രൂ ചെയ്തത്? ട്രാജിക് ആയിട്ടുള്ള ഒരു എൻഡ് ഫേസ് ചെയ്തതും അദ്ദേഹത്തിന് പവറിനോടുള്ള ഒരു ഇതായിരുന്നു, ആകർഷണമായിരുന്നു അദ്ദേഹത്തിന്റെ ഡെത്തിലോട്ട് ലീഡ് ചെയ്തത്. പിന്നെ ഡിസ്ഗൈസ്, നമുക്ക് ആ ഡിസ്ഗൈസ് കാണാൻ പറ്റുന്നത് 12th നൈറ്റിലാണ്. പിന്നെ ഹാംലെറ്റ് ആണെങ്കിൽ റിവെഞ്ച് ആണ്. അങ്ങനെ പല തീംസും മാറി മാറിയിട്ടാണ് നമ്മളുടെ റൈറ്റർ ആയിട്ടുള്ള വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ വർക്ക് എടുത്തു കാണിക്കുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ തന്നെ 4ആയി ഡിവൈഡ് ചെയ്യാം. അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ നമുക്ക് ആ ഒരു എറാനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് 1588 1588 ടു 1595 ആണ് ഫസ്റ്റ് എറ. 1588 ടു 1595 ആണ് ഫസ്റ്റ് എറ. ഓക്കെ, പിന്നെ സെക്കൻഡ് എറയിലോട്ട് വരുന്ന സമയത്താണ് ലൈക്ക് 1598 ടു 1601 ആണ് സെക്കൻഡ് എറ. 1598 ടു 1601 ആണ് സെക്കൻഡ് എറ. ഓക്കെ, തേർഡ് എറ ആയിട്ട് വരുന്നതാണ് നമ്മളുടെ ഈ മാക്ബത്തും അങ്ങനെ പല പല ട്രാജഡീസ് എഴുതി അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ആ ഒരു എറയാണ്. മാക്ബത്തിന്റെ എറയാണ് 1601 ടു 1608. ആ എറയിലാണ് അദ്ദേഹം മാക്ബത്ത് ഒക്കെ എഴുതിയത്. അതിന് തൊട്ട് മുന്നത്തെ എറയിൽ, അതായത് 1598 ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്നത് കോമഡീസ് ആണ്. മെജോറിറ്റിയും കോമഡീസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നതാണ് ട്രാജഡീസ്. അതിന് ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്നത് ഹിസ്റ്റോറിക് പ്ലേസ് ആയിരുന്നു. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ വർക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ആ ഒരു എറായിൽ പറയുവാണെങ്കിൽ എല്ലാവരും മിറാക്കിൾ പ്ലേസ് ആണ് എഴുതിക്കൊണ്ടിരുന്നത്. മിറാക്കിൾ പ്ലേസ് നിന്ന് ഒരു ഡൈവേർഷൻ എടുത്ത ഒരു റൈറ്റർ കൂടിയായിരുന്നു ആര്? വില്യം ഷേക്സ്പിയർ. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ഫോളോയിങ് മീ. ലെറ്റ്സ് മൂവ് ഓൺ. ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഫർദർ റെഫറൻസ്, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കാം. വാട്ട് ആക്ച്വലി ഓർ ഹു ആക്ച്വലി ഇസ് വില്യം ഷേക്സ്പിയർ. William Shakespeare was born on 1564. 1616 his death, and he was a famous English playwright, poet, actor, and എന്ത് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം? he was known as Bard of he was known as Bard of Avon എന്നായിരുന്നു അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. and he have totally written 39 plays. അദ്ദേഹം എഴുതിയിരിക്കുന്നത് 39 plays എഴുതിയിട്ടുണ്ട്. 154 sonnets എഴുതിയിട്ടുണ്ട് and 2 narrative poems. Okay, ഇതാണ് അദ്ദേഹത്തിന്റെ ടോട്ടൽ കളക്ഷൻ ഓഫ് വർക്ക്സ്. His works including tragedies. നമുക്കറിയാം ട്രാജഡീസും കോമഡീസും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് കോമഡി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ കോമഡി മൂവീസ് പോലെയല്ല, അതിലൊരു ട്രാജിക് എൻഡ് ഉണ്ടാവില്ല. ഓക്കെ, അതായത് ട്രാജഡി എന്ന് പറയുന്നത് നമ്മളെ മെയിൻ ഹീറോയിന് ഒരു ട്രാജിക് എൻഡ് സംഭവിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സങ്കടപ്പെട്ട ഒരു സീനായിരിക്കും അവസാനം ഉണ്ടാവുക. അതിനാണ് നമ്മൾ ട്രാജഡി എന്ന് പറയുന്നത്. കോമഡി എന്ന് പറയുന്നത് ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ്. പ്രത്യേകിച്ചൊന്നും നടക്കില്ല, ട്രാജഡി ഉണ്ടാവില്ല ആ സ്റ്റോറിയിൽ. അതിനെയാണ് പണ്ട് കാലത്ത് കോമഡി എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, സോ മിഡ് നൈറ്റ് സമ്മർ ഡ്രീം, ഹിസ്റ്ററി പ്ലേസ് കുറെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അതിലൊന്നാണ് ഹെൻറി ഫൈവ് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മേജർ തീം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ലവ്, പവർ, ഹ്യൂമൻ നേച്ചർ. നമ്മൾ എന്താണ് എന്നുള്ളത് നമുക്ക് തന്നെ കാണിച്ചു തരികയാണ് വില്യം ഷേക്സ്പിയർ ത്രൂ ഹിസ് വർക്ക് ഹി ഡിഡ്. ഓക്കെ, യെസ്, നമുക്ക് മാക്ബത്തിലോട്ട് കിടക്കാം. മാക്ബത്തിന്റെ ഒരു ഷോർട്ട് സമ്മറി ഈ ഒരു പോയത്തിലൂടെ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഒരു 3 സ്റ്റാൻസ പോയത്തിലൂടെ ഐ എം ട്രൈങ് ടു മേക്ക് ഇറ്റ് ഈസിയർ ഫോർ യു. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മാക്ബത്ത് ബൈ വില്യം ഷേക്സ്പിയർ. നമുക്കറിയാം മാക്ബത്ത് ഡ്രാമയാണ്,
പക്ഷെ ഇവിടെ ഞാനൊരു പോയത്തിലൂടെ ആ മാഗ്ബത്തിന്റെ സ്റ്റോറി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. Once upon a time, brave Macbeth did rule. He fought for his king and his lovely home. Three witches came, all spooky and sly. They told him, "You will be the king by and by." നമുക്കറിയാം, ഒരിടത്തൊരിടത്തൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ പേര് മാക്ബത്ത് അല്ല, ഡങ്കൻ ആയിരുന്നു. ഡങ്കൻ ആ നാട്ടില്, അതായത് കുറച്ച് ഇങ്ങനെ സോൾജേഴ്സ് ഉണ്ടാവില്ലേ, ജനറൽ ഉണ്ടാവും, നമ്മളുടെ നാട്ടിന് വേണ്ടി, അതായത് രാജാവ് ഒരിക്കലും ഇതിനു വേണ്ടി പോരാടില്ല, വാറിനൊന്നും പോവില്ല. പക്ഷെ വാറിന് വേണ്ടി പോവാനായിട്ട് കുറച്ച് ലീഡേഴ്സും അതിന്റെ സബോർഡിനേറ്റ്സും ഒക്കെ ഉണ്ടാവും. അതിലൊരാളായിരുന്നു മാക്ബത്ത്. അപ്പൊ മാക്ബത്ത് തന്റെ രാജ്യത്തെയും നാട്ടുകാരെയും ഒക്കെ സ്നേഹിച്ച് നല്ലൊരാളായിരുന്നു. പക്ഷെ അയാളുടെ ജീവിതത്തിലോട്ട് 3 വിച്ചസ് വരിക. ആ 3 വിച്ചസ് ഒരു പ്രഡിക്ഷൻ ഒക്കെ നടത്തുവാണ്, കുറച്ച് പ്രഡിക്ഷൻ നടത്തുന്നുണ്ട്. ആ പ്രഡിക്ഷനിൽ ആര് വീണു പോവാണ്? നമ്മളുടെ മാക്ബത്ത് വീണു പോവാണ്. ആ വിച്ചസ് പറഞ്ഞ കാര്യമാണ്, ആദ്യം മാക്ബത്ത് ഒരു പ്രൊമോഷൻ കിട്ടും. അതായിരുന്നു ഫസ്റ്റ് പറഞ്ഞ കാര്യം. ആ കാര്യം നടന്നു. ആ കാര്യം നടന്നപ്പോൾ മാക്ബത്തിന് ഈ 3 വിച്ചസ് പറഞ്ഞതെല്ലാം വിശ്വസിക്കണം എന്നുള്ളൊരു ടെൻഡൻസി വന്നു. ആ വിച്ചസ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം യു വിൽ ബി ദ കിങ് എന്നായിരുന്നു. യു വിൽ ബി ദ കിങ് ഓഫ് ദാറ്റ് ലാൻഡ് എന്നായിരുന്നു ആര് പറഞ്ഞത്? ആ വിച്ചസ് പറഞ്ഞത്. ആദ്യം പറഞ്ഞ കാര്യം നടന്നപ്പോൾ മാക്ബത്തിന് ഒരു ടെംപ്ടേഷൻ ഉണ്ടായി, എന്തായാലും അടുത്ത കാര്യം നടക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റോറി മൂവ് ചെയ്ത് പോകുന്നത്. ആ ഒരു ടെംപ്ടേഷൻ ത്രൂ ഔട്ട് ദ സ്റ്റോറി അദ്ദേഹത്തെ വേട്ടയാടുവാണ്, മാക്ബത്തിനെ വേട്ടയാടാണ് ത്രൂ ഔട്ട് ദ സ്റ്റോറി ചെയ്യുന്നത്. ഓക്കെ. Lady Macbeth, with clever plan, told Macbeth, "You can be the man, but oh, what trouble would soon appear." There is a spelling mistake. I hope you won't mind. Okay, but oh, what trouble would soon appear, as Macbeth's heart filled with worry and fear. അതായത് മാക്ബത്തിന് നെക്സ്റ്റ് കിങ് ആവും എന്നുള്ള ഒരു പ്രഡിക്ഷൻ കിട്ടുന്ന സമയത്ത് അടുത്തൊരു ഫെർദർ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ, അല്ലെങ്കിൽ അതിലോട്ട് തന്നെ ഞാൻ ഒരു അറ്റംപ്റ്റ് നടത്തണമെന്ന് മാക്ബത്തിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുവേണ്ടി പ്രചോദനം, എല്ലാ സപ്പോർട്ടും നൽകുന്നത് ആരാണ്? നമ്മുടെ ലേഡി മാക്ബത്താണ്. ഓക്കെ. ലേഡി മാക്ബത്ത് പുഷ് ചെയ്യുവാണ്. ആ വിച്ചസ് പറഞ്ഞില്ലേ നീ ആയിരിക്കും അടുത്ത കിങ് എന്ന്, നിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും എഫേർട്ട് ഇടണം എന്ന് പറഞ്ഞ് നമ്മുടെ മാക്ബത്തിനെ പിരികേറ്റി വിട്ട് ആ ഡങ്കനെ, അതായത് ആ നാട്ടിന്റെ രാജാവിനെ കൊല്ലിപ്പിക്കുന്നത് ആരാണ്? ലേഡി മാക്ബത്താണ്. He made bad choices. Oh, so sad. And in the end, things turned out bad. But brave Macduff came with a fight and made everything peaceful and right. പക്ഷെ നമുക്കറിയാം, നമ്മളിപ്പോ മഹാഭാരത യുദ്ധം എടുത്താലും അവസാനം വിക്ടറി ആർക്ക് തന്നെയാണ്? ധർമ്മത്തിന്റെ ഭാഗത്ത് തന്നെയാണ്. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത ആള് ഒരിക്കലും ജീവിച്ചിരിക്കരുത്, അല്ലെങ്കിൽ ഒരു നാട് ഭരിക്കാൻ യോഗ്യനല്ല എന്ന് നല്ല ധാരണയുള്ള വില്യം ഷേക്സ്പിയർ മാക്ബത്തിനെ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി കൊല്ലുവാണ്. ദാറ്റ് ടു എ ട്രാജിക് എൻഡ് ആണ് അവിടെ സംഭവിക്കുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഹാപ്പൻഡ് വിത്ത് ദ ഹാൻഡ്സ് ഓഫ് മാക്ബത്ത്. മാക്ബത്തിന്റെ കൈ കൊണ്ടാണ് അത് നടക്കുന്നത്. ഓക്കെ. നമുക്ക് ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, മാക്ബത്ത്. നമ്മുടെ ടൈറ്റിൽ ക്യാരക്ടർ ആണ് മാക്ബത്ത്. ഹീസ് എൻ അംബീഷ്യസ് ജനറൽ ടേൺഡ് സൈലന്റ്. ഓക്കെ. ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ജനറൽ ആണ്. ഒരു പ്രൊമോഷൻ കിട്ടിയപ്പോൾ അടുത്തൊരു പ്രൊമോഷന് വേണ്ടി അദ്ദേഹം നോക്കിയതാണ്, പക്ഷെ ആ പ്രൊമോഷൻ അദ്ദേഹത്തിന്റെ ഡെത്തിലേക്ക് ലീഡ് ചെയ്തു. ഓക്കെ. സെക്കൻഡ്, ലേഡി മാക്ബത്ത് ആണ്. ലേഡി മാക്ബത്ത് ഇതിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, അവരുടെ സോളിലൊക്കെ ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആൻഡ് 3 വിച്ചസ് ഉണ്ട് ഇതിൽ. ആ 3 വിച്ചസ് ആണ് എന്ത് നടത്തുന്നത്? പ്രൊഫസി നടത്തുന്നത്. നീ അതാവും, നീ ഇതാവും. ഇത് കഴിഞ്ഞ് ഇൻ ബിറ്റ്വീൻ ദ സ്റ്റോറി ഓൾസോ പിന്നെയും അവര് വരുന്നുണ്ട്. മാക്ബത്തിന്, അതായത് കിങ്, അവരുടെ സെക്കൻഡ് പ്രൊഫസി എന്ന് പറയുന്നത് മാക്ബത്ത് കിങ് ആവുന്നതായിരുന്നു. തേർഡ് പ്രൊഫസി എന്ന് പറയുന്നത്, അതായത് മാക്ബത്തിന്റെ കൂടെ വേറൊരു ജനറൽ കൂടി ഉണ്ടായിരുന്നു. അയാളുടെ പേരായിരുന്നു ബാങ്കോ. ആ ബാങ്കോന്റെ മക്കളായിരിക്കും എന്ത്? ഫ്യൂച്ചർ കിങ് എന്നുള്ളൊരു പ്രഡിക്ഷൻ കൂടി ആ 3 വിച്ചസ് നടത്തി. അപ്പോ അത് നടക്കുവോ എന്നുള്ള പേടി കൊണ്ട് എന്തായി, പിന്നെയും മാക്ബത്ത് ആരെ കാണാൻ പോവാണ്? വിച്ചസിനെ കാണാൻ പോവാണ്. പിന്നെയും എന്ത് ചെയ്യുന്നു? ഒരു 3 പ്രഡിക്ഷൻ പിന്നെയും ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ കിങ് ഡങ്കൻ, ഞാൻ പറഞ്ഞ പോലെ തന്നെ മാക്ബത്തിന് മുന്നേ ആ നാട്ടിന്റെ രാജാവായിരുന്നു ഡങ്കൻ. പിന്നെ ബാങ്കോ ഉണ്ട്. ബാങ്കോ ആണ് ഞാൻ അപ്പോഴേ പറഞ്ഞതുപോലെ മാക്ബത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന എന്ത് ജനറൽ, അടുത്തൊരു ജനറൽ. ബാങ്കോ മാക്ബത്തിന്റെ ഫ്രണ്ട് ആയിരുന്നു, പക്ഷെ ഹി വാസ് ബിട്രേഡ്. ഓക്കെ. പിന്നെ മാക്ഡഫ് ഉണ്ട്.
മാക്ഡഫ് ആണ് ആരെ കൊല്ലുന്നത്? മാക്ബത്തിനെ കൊല്ലുന്നത്. പിന്നെ മാൽക്കം ആണ് ഡങ്കന്റെ മകനായിട്ട് വരുന്നത്. ഓക്കെ, വി ക്യാൻ കണ്ടിന്യൂ. നമുക്ക് ഈ സ്റ്റോറിയുടെ മേജർ തീംസ് എന്താണെന്നുള്ളത് നോക്കാം ആദ്യം, എന്നിട്ട് ഇതിന്റെ കീ ഇവന്റ്സും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ അനാലിസിസിലോട്ട് കിടക്കാം. ഓക്കെ, സോ മേജർ തീംസ് ആയിട്ട് ഈ ഒരു സ്റ്റോറിയിൽ വരുന്നത് ആംബിഷൻ ആൻഡ് പവർ ആണ്. മാക്ബത്തിന്റെ ആംബിഷനും പവറും ആണ് ഇതിന്റെ മേജർ തീം ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഫേറ്റ് വേഴ്സസ് ഫ്രീ വിൽ, അതായത് ഓൾറെഡി ഒരു വിധി ഉണ്ടായിരുന്നു, അതിനെ അതായത് ആ വിധി ചൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ആരുടെ ഫ്രീ വിൽ ആയിരുന്നു? മാക്ബത്തിന്റെ ഫ്രീ വിൽ ആയിരുന്നു. He can decide whether to go with the prophecy or not, but he chose what? The negative one, right? So this is what happens with fate versus free will. Okay, then next when we move ahead, it is guilt and paranoia. Okay, paranoia. സോ ഇവിടെ സംഭവിക്കുന്നത്, അതായത് ഇങ്ങനെയൊക്കെ ചെയ്തു, ഞാനാണ് അതിന് കാരണം, ഇനി അടുത്തത് എന്താവും എന്നുള്ളൊരു പേടി തന്നെ അദ്ദേഹത്തെ എന്തിലോട്ട് നയിച്ചു? പല ഹാലൂസിനേഷനിലോട്ടും പിന്നെ മാഡ്നെസ്സിലോട്ടും നയിച്ചു. ഓക്കെ, അത് ആക്ച്വലി ഇത് നടക്കുന്നത് ലേഡി മാക്ബത്തിനാണ്. ഈ ഹാലൂസിനേഷനും മാഡ് ആവുന്നതും ടുവേർഡ്സ് ദ എൻഡ് ലേഡി മാക്ബത്ത് ആണ്. വെൻ വി ആർ കമ്പയറിംഗ് ബോത്ത് ലേഡി മാക്ബത്ത് ആൻഡ് മാക്ബത്ത്, ഇറ്റ് ഈസ് മോർ ഹാപ്പനിങ് വിത്ത് ലേഡി മാക്ബത്ത്. മാക്ബത്തിന് പിന്നെയും പേടിയായിരുന്നു, എന്റെ പവർ പോവോ, എന്റെ കിങ്ഷിപ്പ് പോവോ എന്നുള്ളൊരു പേടിയായിരുന്നു ത്രൂ ഔട്ട് ദ സ്റ്റോറി മാക്ബത്തിന് ഉണ്ടായിരുന്നത്. പക്ഷെ ലേഡി മാക്ബത്ത് പലതരം ഹാലൂസിനേഷനും ഡങ്കന്റെ പ്രേതത്തിനെ കാണുന്നത് പോലെയും അങ്ങനെയൊക്കെയാണ് ആ സ്റ്റോറിയിൽ നടക്കുന്നത്. പിന്നെ ബിട്രയൽ ആൻഡ് റിവെഞ്ച്, നമുക്കറിയാം മാക്ബത്ത് ബിട്രയൽ ആണ് ചെയ്തത്, സ്വന്തം രാജാവിനെ തന്നെ മാക്ബത്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്, സ്വന്തം സുഹൃത്തിനെ തന്നെ കൊല്ലുന്നു. ആരായിരുന്നു ആ സുഹൃത്ത്? ബാങ്കോ ആയിരുന്നു സുഹൃത്ത്, അല്ലെ? ഇവരെല്ലാം കൊല്ലുന്ന സമയത്ത് എന്താണ്? ഒരു ബിട്രയൽ ആണ്. ആ ബിട്രയൽ എന്തിനു ലീഡ് ചെയ്തു? ബാങ്കോവിന്റെ മക്കളായാലും ഡങ്കന്റെ മക്കളായാലും തിരിച്ച് ഞങ്ങൾക്ക് റിവെഞ്ച് എടുത്തേ പറ്റൂ എന്നുള്ളൊരു വാശിയായി പോയി അവർക്ക്. ഓക്കെ, അതാണ് ഇതിലെ മേജർ തീംസ് ആയിട്ട് വരുന്നത്. പിന്നെ കീ ഇവന്റ്സിലോട്ട് പോകുന്ന സമയത്ത് വിച്ചസിന്റെ പ്രൊഫസി ആദ്യം തന്നെ നടക്കുന്നത്, സ്റ്റോറിയുടെ ബിഗിനിങ്ങിൽ തന്നെ നടക്കുന്നത് വിച്ചസിന്റെ പ്രൊഫസി ആണ്. മാക്ബത്ത് കിങ് ആവും എന്നുള്ളൊരു പ്രൊഫസി. പിന്നെ മർഡർ ഓഫ് ഡങ്കൻ, ആ ഒരു സീനിന്റെ ഡിസ്ക്രിപ്ഷൻ ഇറ്റ് ഇസ് സൂപ്പർബ് ആൻഡ് ഇറ്റ് ഇസ് വെൽ റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ. ആ ഡങ്കന്റെ മരണം, ലൈക്ക് ഹൗ ലേഡി മാക്ബത്ത് ഇസ് കൺവിൻസിങ് മാക്ബത്ത് to kill Duncan. Through the lines when we are moving, we can clearly visible that how efficient William Shakespeare is. പിന്നെ ഗിൽറ്റ് ആൻഡ് ഹാലൂസിനേഷൻ മേജർ തീംസിൽ പറഞ്ഞ പോലെ തന്നെ ഹൗ മാക്ബത്ത് ആയാലും ലേഡി മാക്ബത്ത് ആയാലും ഹൗ ദേ ആർ സഫറിങ് ത്രൂ ഇറ്റ്. അവരുടെ ആ ഒരു ഗിൽട്ട് അല്ലെങ്കിൽ ഒരു പേടി, തന്റെ സ്ഥാനം പോവോ എന്നുള്ള പേടി അവരെ എന്തിലേക്ക് ലീഡ് ചെയ്യുവാണ്? അവരുടെ തന്നെ ഡെത്തിലേക്ക് ലീഡ് ചെയ്യുവാണ്. പിന്നെ ബാങ്കോന്റെ മേർഡറും പിന്നെ മാക്ഡഫിന്റെ റിവെഞ്ചും ഇതൊക്കെയാണ് കീ ഇവന്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ലേഡി മാക്ബത്തിന്റെ സോളിലോക്കി, one of the key event in the story Macbeth, in the drama Macbeth. Okay, പിന്നെ നമ്മൾ ഈ ഒരു അനാലിസിസ് ഓഫ് ദ വർക്ക് മാക്ബത്ത് എടുത്ത് നോക്കുവാണെങ്കിൽ, ഒരു അനാലിസിസ്, ഏതൊരു അനാലിസിസ് എടുക്കുവാണെങ്കിൽ, ഏതൊരു വർക്ക് ആയിക്കോട്ടെ, നിങ്ങളൊരു അനാലിസിസ് എടുക്കുവാണെങ്കിൽ ഈ ഒരു 3-4 പോയിന്റിലൂടെ ഗോ ത്രൂ ചെയ്യുവാണെങ്കിൽ അനാലിസിസ് ഓഫ് ദ വർക്ക് ഇസ് ഡൺ, ഹാഫ് ഡൺ. ഓക്കെ, ഇതിൽ നിങ്ങൾ, അതായത് നിങ്ങൾക്കൊരു ഷോർട്ട് ഫോം വെക്കാം, അതായത് CRAIC, ക്രാക്ക് എന്നുള്ള ആ ഒരു ഷോർട്ട് ഫോമിലൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് അനാലിസിസ് ഓഫ് ദ വർക്ക് ഡൺ ആണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പിന്നെ വറി ചെയ്യേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. ഓക്കെ, സോ നമ്മൾ ബിഗിൻ ചെയ്യുമ്പോൾ നമ്മൾ കോണ്ടെക്സ്റ്റിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ ഓരോ ക്യാരക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഹൗ ദേ ആർ ഡൂയിങ് ഇറ്റ് വിത്ത് ഈച്ച് അതർ, എങ്ങനെയാണ് അവരുടെ ഇൻവോൾവ്മെന്റ്, ഓരോ ക്യാരക്ടറിന്റെ റിലേഷൻഷിപ്പിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അനാലിസിസ് നടക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ആറ്റിറ്റ്യൂഡ്, വാട്ട് ആറ്റിറ്റ്യൂഡ്സ് ആർ എക്സ്പ്രസ്ഡ് ത്രൂ ഈച്ച് ആൻഡ് എവറി ആക്ഷൻസ്, അതായിരിക്കണം നമ്മൾ അടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പിന്നെ വാട്ട് ഈസ് ദ മോട്ടീവ് ഓർ വാട്ട് ഈസ് ദ ഇന്റൻഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറി ആക്ഷൻ ഇൻ ദ വർക്ക്, ദാറ്റ് ഷുഡ് ബി ദ നെക്സ്റ്റ് വൺ. ആൻഡ് ക്യാരക്ടർ ആൻഡ് ക്യാരക്ടറൈസേഷൻ, ഈ ഒരു 5 പോയിന്റിലൂടെ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താവും? നമ്മുടെ അനാലിസിസ് ഇസ് ഡൺ. No need to further worry about the work Macbeth. അതായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. So we can analyze the work in the next class. Okay, so thank you. I hope you got a clear cut idea about Macbeth. Clear cut idea കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയെന്നുള്ള പൂർണ്ണ ബോധം എനിക്കുണ്ട്. So thank you. We can see in the next class. Thank you. Bye.
കഴിഞ്ഞു.